Kerala, God's own country, is known for its lush greenery, serene backwaters, and vibrant festivals. But there's one crispy tradition that steals the show: the banana chips. Every year, Kerala's banana chips economy crunches its way to an astonishing 750 crore rupees in turnover, feeding homes, festivals, and export shelves alike. From roadside fryers to automated mega factories, over 40,000 people earn their living through this golden snack. Banana chips processing എന്ന് പറയുമ്പോൾ അത് ഇപ്പം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അത് നമ്മളെ ചെറിയ ഷോപ്പുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ബിസിനസ് ആയിരുന്നു. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ബ്രാൻഡ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് ഇപ്പം പല വലിയ വലിയ കമ്പനികളും ബനാന ചിപ്സിന്റെ ആ ഒരു ഇപ്പം നമ്മൾ ഈ പൊട്ടറ്റോ ചിപ്സ് പോലെ തന്നെ ലേസ് അങ്ങനത്തെ ആ കാറ്റഗറിയിൽ വരുന്ന അതുപോലെ തന്നെ ബനാന ചിപ്സിന്റെ മാർക്കറ്റും ഭയങ്കര ഒരു ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇതേപോലെയുള്ള നമ്മളെ കേരളത്തിലുള്ള ഫാമേഴ്സിനും അതേപോലെ സൗത്ത് ഇന്ത്യയിലുള്ള ഫാമേഴ്സിനും അത് വലിയൊരു നേട്ടമായിരിക്കും. It's not just food. It's commerce, culture, and craft packed into every bite, contributing over 0.3% to the Kerala's economy. Slicing and frying bananas wasn't always a business. It began as a way to preserve surplus harvests. In early 1900s, Calicut home kitchens turned Nendran bananas and coconut oil into a crunchy staple, a tradition born of necessity that soon turned into taste. അന്ന് എൻ്റെ കാലത്ത് ആദ്യം എണ്ണയായിരുന്നു, തൂക്കമില്ല, എണ്ണയായിരുന്നു. അന്ന് എണ്ണത്തിന് 100 കായ്ക്ക് ഒരു 15 റുപ്യ. പിന്നെ 75 തൂക്കായത്, അടിയന്തര എമർജൻസിയിൽ 75 തൂക്കായത്. പഴയതിൽ 10 കട ഉണ്ട് ഹോൾസെയിൽ ബനാന. അന്നൊരു കടക്ക് 7 ലോഡ് 8 ലോഡ് പിന്നെ നേന്ത്രക്കായ് വരും, അതേമാതിരി പിന്നെ മൈസൂർ പൂവൻ വരും. അന്ന് മൈസൂരെല്ലാം വില കമ്മിയാണ്, ഇപ്പം അതിലെല്ലാം റേറ്റ് കൂടി. അന്നത്തേനെക്കാട്ടി കട കൂടുതലാണെന്നുള്ളത്. What was once 10 quiet shops is now a maze of movement, money, and mountains of bananas. The Kozhikode market pulses with the rhythm of trade, a place where tradition still sells, but scale now rules. അത് പല കടകളുണ്ട്, പല കടക്ക് പല ലോഡാണ് വരിക. അത് കറക്റ്റായിട്ട് കിട്ടില്ല, അത് മൊത്തത്തിൽ എല്ലാ കടകളും അന്വേഷിച്ചാലേ കിട്ടുള്ളൂ. ഓരോ കടക്ക് ഓരോ ലോഡ് വരും, ഓരോ ലോഡ് 2 ലോഡ്, ചില ദിവസം ആളുകൾക്ക് 3 വണ്ടി ഉണ്ടാവും. ചിപ്സിന് പോകുന്നുണ്ട്, ഇവിടെ പഴത്തിന് പോകുന്നുണ്ട്, പിന്നെ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ലേബേഴ്സിന് കൂലി വളരെ കമ്മിയായിരുന്നു. ഇന്ന് ലേബേഴ്സിന് കൂലി ഉണ്ട്, പക്ഷേ പഴയ മാതിരി ബിസിനസ് ഇല്ല. ബിസിനസ്സായിരിക്കും, അതാണ് ബുദ്ധിമുട്ട്. നമ്മൾ മാർജിനല്ല ബിസിനസ് ചെയ്യുന്നത്, നമുക്ക് കമ്മീഷനാണ്. ഇവരൊക്കെ മാർജിനിലാണ് ചെയ്യുന്നത്. മാർജിൻ ഒരു 3 രൂപ 4 രൂപ. But long before they reach the noise and numbers of the market, they begin in silence, under sun, in soil, in hands that wait and work. This is where every chip's journey begins, with the farmer. വാഴക്കൃഷി ചെയ്യുന്ന മാസം ആഗസ്റ്റ് മാസം തുടങ്ങും. ഇപ്പോൾ ജൂലൈ ജൂൺ ആകുമ്പോഴേക്കും വെട്ടിക്കഴിയും. വാഴക്കൃഷിക്ക് നമ്മൾക്ക് ഉള്ള ബുദ്ധിമുട്ട്, നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നേരം വെള്ളത്തിൻ്റെ ശല്യമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ. പക്ഷെ വേനൽക്കാലാകുമ്പോൾ നമുക്കോട്ട് വെള്ളം ഉണ്ടാവില്ല. വാഴ വെക്കുന്ന നേരം വെള്ളം ഉണ്ടാവുകയും ചെയ്യും. അതേമാതിരി വാഴ കൊല വെട്ടാനാവുമ്പോഴേക്കും വെള്ളം ഉണ്ടാവും. എന്ന സ്ഥാനത്ത് ഈ മധ്യവേനലിൽ നല്ല വേനൽ വരുമ്പോൾ നമ്മൾക്കൊരു തുള്ളി വെള്ളവും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ രീതി. Being a banana farmer in Kerala isn't easy. Monsoons bring more than rain. They bring waterlogged fields, spoiled crops, and sleepless nights. Most don't farm for profit, but for survival. കേട് കാരണം കുറേ നമ്മൾക്ക് നഷ്ടം വരും. ഒരു 1000 കൊല കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കതിൽ നിന്ന് കിട്ടുക ഒരു 700 കൊല മാത്രമേ കിട്ടുള്ളൂ. 300 കൊലയും കേടായിട്ട് തന്നെ പോകും. For every batch that survives the field,
there's a factory ready to turn it into something bigger. In climate-controlled halls and stainless steel systems, precision replaces uncertainty. Welcome to the factory floor. നമുക്ക് ഡെയിലി 15 ടൺ ബനാന ഇവിടെ വരും. അത് ആ ദിവസം തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് തീർക്കും. അപ്പം ഡെയിലി ആ വരുന്ന ബനാന ഇവിടെ ഒന്ന് അത് പീൽ ചെയ്ത് വാഷ് ചെയ്ത് നമ്മൾ പ്രോസസ്സിങ് ഫ്രൈയിങ് പ്രോസസ്സിങ് സ്റ്റിൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലാണ് ഫ്രൈ ചെയ്യുന്നത്. In a world racing towards automation, Kozhikodense holds its ground with firewood flames and tradition. Here, chips aren't just fried, they're slow cooked over wood-fired stoves, the way grandmothers did it. It's this method, smoky, intense, and fiercely local, that sets Kozhikodense chips apart. Because here, taste isn't just a result, it's a ritual. And not all rituals need a factory floor. In corner stalls and street-side shops, small vendors follow the same rhythm. Peeling, soaking, turmeric staining each slice by hand. No big machines, just big care. They both fry, they both crisp, but everything else is a world apart. In factories, thousands of kilos move each day. In small shops, it's dozens. One works on scale, the other on soul. ഡെയിലി ഫ്രൈ ചെയ്യുന്ന ബനാന അങ്ങനെ തന്നെ അത് പാക്കിംഗ് ഏരിയയിലേക്ക് അന്ന് ചൂടാറിക്കഴിഞ്ഞ് അത് പ്രത്യേക ഡബ്ബയിൽ നമ്മളത് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് അങ്ങനെ തന്നെ അത് മേലെ നമുക്ക് പാക്കിംഗ് ഏരിയ ഉണ്ട്. ഫുൾ പാക്കിംഗ് മൊത്തം നമ്മൾ കൈകൊണ്ട് തൊടാത്ത രീതിയിലുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് സെക്ഷനാണ്. അത് ഫുള്ളി പാക്ക് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ സ്റ്റോറേജിൽ പോകുന്നു. സ്റ്റോറേജിൽ നിന്ന് അങ്ങനെ തന്നെ കണ്ടെയ്നർ നമ്മളെ കമ്പനിയിൽ വന്ന് അങ്ങനെ തന്നെ കണ്ടെയ്നർ ഏരിയയിലേക്ക് വന്ന് അങ്ങനെ തന്നെ അത് ലോഡ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. But in small shops, they're wrapped by hand. Enough for the day, not the month. No inventory plans, no logistics charts, just fresh chips sold to whoever walks by. Because here, what matters isn't how long they last, but how quickly they disappear. But making chips at scale? That's no small fry. Behind every crisp packet lies hours of labor, mountains of raw stock, and a clock that never stops ticking. ബനാന ഇത് ഗ്രോ ചെയ്യുന്ന സമയം ഒരു 10 മാസം വരെയാണ് ഇത് മെച്ചൂർഡ് ആവേണ്ട സമയം വരുന്നത്. അപ്പോൾ നമുക്ക് പല സമയങ്ങളിൽ പല സീസണിൽ പല സ്ഥലങ്ങളിലാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. അപ്പം നമ്മളത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യും. റോ മെറ്റീരിയൽ അവൈലബിലിറ്റി നമുക്ക് ചില സമയങ്ങളിൽ പ്രശ്നമാവുന്നതെന്ന് വെച്ചാൽ ഇത് ഒന്നുകിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് ഇതൊന്നായിട്ട് മൊത്തത്തിൽ അത് ഫാമേഴ്സിന് ലോസ് ആവുന്ന സമയത്ത് മാർക്കറ്റിൽ ബനാന ഡിമാൻഡ് ആവും. ആ സമയത്ത് ചിലപ്പോൾ റോ മെറ്റീരിയൽ ഹൈ പ്രൈസിലേക്ക് പോകും. അപ്പോഴും നമുക്കത് കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമുക്കത് നമ്മൾ പ്രൈസ് നമ്മൾ കൂടുതൽ വാങ്ങിക്കാതെ നമ്മൾ മാക്സിമം നമ്മളെ സൈഡിൽ നിന്ന് നമ്മളത് എഫേർട്ട് എടുത്തിട്ട് നമ്മളത് ആ പ്രൈസിന് തന്നെ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. Machines don't get tired, but people do. And running a factory means the heat never really goes away. ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിലൊരു ലാഭം മാത്രമല്ല, അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ മക്കള് കഴിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഒരു പ്രോസസ്സിങ്, ആ ഒരു രീതി തന്നെയാണ് നമ്മളെ വിജയത്തിൻ്റെ പ്രധാന കാരണം. നമ്മൾ സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സിൻസിയറായിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ ഇപ്പം ടു സെറ്റ് നമ്മളിപ്പം അത് പർച്ചേസ്, ഇപ്പം ഫാമിംഗ് മുതൽ പർച്ചേസ് മുതൽ അതിൻ്റെ എൻ്റെ ലോഡിങ് വരെ നമ്മുടെ ആ ഒരു ടച്ച് അവിടെ ഉണ്ടാവും. Jafar, Balakrishna, DG, and countless others. For them, a single plant isn't just food. It's faith, it's fuel, it's future. In Kerala, the banana isn't just a crop. It's an economy, a culture, a daily gamble wrapped in yellow. And every peel carries the weight of someone's hope. It means the world to us that you're here. At Stories That Matter, we travel across India to bring you voices that often go unheard and lives that deserve the spotlight. All we ask is this: stick around as we explore our dreams and keep believing in stories that matter. Thank you for watching. We'll see you in the next episode.